സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കടലേറ്റം രൂക്ഷം. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കള്ളക്കടൽ പ്രതിഭാസത്തിൽ വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. 5 തെങ്ങിൽ നിന്നും ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, കള്ളക്കടൽ പ്രതിഭാസം വലിയ ആശങ്ക തന്നെയാണ് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം. വിവരങ്ങൾ. രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മേഖലയിലാണ്. അഞ്ചുതെങ്ങ് പൂന്തുറ മേഖലയിൽ രാവിലെ മുതൽ ഈ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ നഷ്ടപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് സൈഡിലെ വലതുഭാഗത്തുള്ള എനിക്ക് വലതുഭാഗത്ത് കാണുന്ന നിരയിലുള്ള വീടുകളാണ് നഷ്ടപ്പെട്ടത്. ഒരു വീടിൻ്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്ന് വീണിട്ടുണ്ട്. രാവിലെ പാചകം ചെയ്യാനായി അടുക്കളയിലേക്ക് കയറുന്ന സമയത്തായിരുന്നു ഈ വീടുകൾ ഇത്തരത്തിൽ തകർന്നത്. അതോടൊപ്പം തന്നെ ഈ അഞ്ചുതെങ്ങിൽ നിന്നും വർക്കല ഭാഗത്തേക്ക് പോകുന്നുള്ള റൂട്ട് പൂർണ്ണമായും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ ഭീകരമായിട്ടാണ് തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. വർക്കല മേഖലകളിലേക്ക് പോകുന്ന റൂട്ട് പൂർണ്ണമായും പോലീസ് അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ അഞ്ചുതെങ്ങ് തീരത്ത് ഏതാണ്ട് 3 വരി വീടുകളാണ് സമാനമായ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ അവരുടെ വീടിൻ്റെ, അതായത് റോഡിനപ്പുറത്തേക്കുള്ള വീടുകളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു തരത്തിലും ഒരു 1 മണിക്ക് ശേഷം വലിയ രീതിയിലുള്ള ഈ തിരമാലകളുടെ ഈ വെള്ളവും അതോടൊപ്പം തന്നെ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭമാണ് തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം വടക്കേ അറ്റത്ത് നിലവിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ കടൽ തീരത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെ സാധനങ്ങളും മറ്റും താൽക്കാലികമായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ളത് ഈ ഒരു വരി വീടും കൂടിയാണ്. അഞ്ചുതെങ്ങ് മുതൽ ഈ മാമ്പള്ളി വരെയുള്ള മേഖലകൾ ഇനി ഈ ഒരു വരി വീടും കൂടിയാണുള്ളത്. ഏതാണ്ട് 5 വരി വീടുണ്ടായിരുന്നു ഈ മേഖലകളിൽ. 2 കിലോമീറ്ററാണ് ഈ തീരം കടലെടുത്തത്. ആദ്യം മണൽത്തിട്ടകൾ രൂപപ്പെടും, പിന്നീട് ആ മണൽക്കൂനകൾ രൂപപ്പെടുകയും പിന്നീട് രൂക്ഷമായിട്ടുള്ളൊരു കടലാക്രമണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ രാവിലെ വെള്ളം ഇത്തരത്തിൽ വന്ന ഇതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട ആ വീട്ടിലെ ചേച്ചിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേച്ചി, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? രാവിലെ ഒരു 7:30 മണിയായപ്പോഴാണ് കടലിനടി ഇതായത്. നമ്മൾ വീട്ടിൽ പൊളിഞ്ഞു. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു കടൽക്ഷോഭം. എന്നാലും അത്ര ഇതില്ലായിരുന്നു. നമ്മൾ പിള്ളേരെ സേഫ്റ്റി ആയിട്ട് നമ്മളുടെ ഹസ്ബൻഡിൻ്റെ കുടുംബ വീട്ടിൽ ആക്കിയിട്ട് നമ്മൾ രണ്ടുപേരും തിങ്സൊക്കെ ഉള്ളതുകൊണ്ട് തുറന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്റ്റേ ചെയ്തായിരുന്നു. ഇന്ന് രാവിലെയാണ് മെമ്പർ വന്ന് പറഞ്ഞത് കടൽ ആക്രമണമുണ്ട്, നല്ല രീതിയിലുണ്ട്. ഇന്ന് ഞങ്ങൾ സംസാരിച്ചിട്ട് നിൽക്കവേ മെമ്പർ വണ്ടി എടുത്തിട്ട് അപ്പുറം പോവും. ഇവിടെ കടലടിച്ച് ടൈലോടെ ചുമരോടെ വന്ന് ഇടിഞ്ഞ് ഫ്രണ്ടിലോട്ട് പാസ്സായി റോഡിൽ വന്നായിരുന്നു വെള്ളം. ഈ വെള്ളം മൊത്തവും അവിടെ കടലടിച്ച് താഴോട്ട് വന്നതാണ്. ആദ്യം കർക്കിടക സമയത്തിൽ ഇങ്ങനെ വരുമായിരുന്നു, ജൂലൈ ഓഗസ്റ്റ് സമയം. അന്നേരം ഇത്ര ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ 2 പ്രാവശ്യം. ഇതിനു മുമ്പ് ഒരു മേയിൽ വന്നായിരുന്നു ഒരു കടലാക്രമണം. അതിലിങ്ങനെയായിരുന്നു. അന്നേരമാണ് നമ്മളുടെ അവിടെ ഇരുന്ന് ബാത്റൂമൊക്കെ പോയത് പൊളിഞ്ഞ്. ഈ പ്രാവശ്യമാണ് ഈ ചുമരൊക്കെ ഇതാക്കി പോയി. നിങ്ങളുടെ വീടിരിക്കുന്നതിന് മുന്നേ എത്ര വരി വീടുണ്ടായിരുന്നു? വീടെന്ന് വെച്ചാൽ ബാക്കിലാണ്. ബാക്കിലില്ല, നമ്മളെ വീട് തന്നെ. നേരെ ഒരു വരി തന്നെ പടിഞ്ഞാറ്, അതിൽ കൂടുതലില്ല വീട്, ഒറ്റ വരി തന്നെ. പിന്നെ കഴിഞ്ഞ് റോഡ് കഴിഞ്ഞാണ് ഇപ്പുറത്തെ സൈഡ്. ആ സൈഡുള്ള എല്ലാ വീടുകളും പോയില്ലേ? പോയെന്ന് വെച്ചാൽ കുറേ പേരൊക്കെ ഈ 10 ലക്ഷത്തിൻ്റെ സ്കീം അതിൽ വീടൊക്കെ ഇടിഞ്ഞപ്പോൾ അതിന് എഴുതി കൊടുത്ത് അങ്ങനെ മാറിയായിരുന്നു. കുറച്ച് പേരുണ്ട് താമസം. പിന്നെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അത് നമ്മളപ്പച്ചയാണ്, അവരുടെ വീടും ഇടിഞ്ഞ്. ഇന്ന് രാത്രി എങ്ങനെ? ഇന്ന് രാത്രി നിർദ്ദേശം വരുന്നു. രാത്രി നമ്മൾ വീട് വേറെ നോക്കിയിട്ടിരിക്കുകയാണ്, ഇതുവരെയും കിട്ടിയില്ല. ഹസ്ബൻഡ് അതിനാണ് പോയി വരുന്നത്. അതാണ് തിങ്സ് മൊത്തം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് കുടുംബ വീട്ടിലാണെങ്കിൽ സ്ഥലമില്ല, 2 ഫാമിലി ഉണ്ട് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ അവിടെയും വെക്കാൻ പറ്റത്തില്ല. അതാണ് സാധനങ്ങൾ വെളിയിലിരിക്കുന്നത്. ഒരു വീട് ചോദിച്ച് അപ്പോൾ അവർ വാടക 5000 രൂപയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നോക്കിയിട്ടിരിക്കുകയാണ്. വേറെ വീട് നോക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോയത്. തീർച്ചയായും രോഹിണി, വേറൊരു വീട്, അതായത് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും താമസിക്കാൻ ഒരു ഷെൽട്ടർ ഇപ്പോൾ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും താമസിക്കാൻ ഒരിടം ഇപ്പോൾ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു രീതി ഈ തീരദേശ മേഖലയിലുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിൽ സംസ്ഥാനം ഒട്ടാകെ ചൂട് കൂടുകയാണ്.
അതോടൊപ്പം തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസവും രൂപപ്പെടുന്നത്. വിദഗ്ധരൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്ന് മാറി താമസിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനോ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ല, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. ഇവിടുന്ന് ഈ പുനരധിവാസത്തിനായിട്ട് നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമിയും വീടും ഉള്ള ആളുകളാണ്. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഇവർ അതിന് ശേഷം വേണം മാത്രമാണ് ഈ പിന്നെ ഈ പുരയുടെ അല്ലെങ്കിൽ ഈ വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിയതിന് ശേഷം വീട് വെക്കണം. ഈ വർത്തമാന കാലത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് പുരയിടം വാങ്ങി വീട് വെക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വീടും സ്ഥലവും വിട്ട് അതൊരു വൈകാരികമായിട്ടുള്ള അടുപ്പവും കൂടിയാണ്. അവിടെ അങ്ങനെ പോകാൻ കൂട്ടാക്കാറില്ല. അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ വീടുകൾ ഇങ്ങനെ പൊളിയുന്ന സമയത്തും ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. എന്തായാലും വലിയ രീതിയിൽ നാശനഷ്ടം വിതച്ചുകൊണ്ടാണ് കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതെന്നും പറയാം. ശരി ടിൻഡു, സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം തെക്കൻ ജില്ലകളിൽ അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. തീരദേശ മേഖലയിലെ പല വീടുകളും കള്ളക്കടൽ പ്രതിഭാസത്തിൽ തകർന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാനും സാധിക്കുന്നത്. ടിൻഡു ദാസാണ് അഞ്ചുതെങ്ങിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.